സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മുടെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം യുവാക്കളുടേതായിട്ട് ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉണ്ടായ ഒരു പാർട്ടി, ആ പാർട്ടി ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഡൽഹിയിൽ നടത്തിയ സമരവും മറ്റു കാര്യങ്ങളും കണ്ടു. ഇപ്പോഴും അവർ പ്രക്ഷോഭത്തിലാണെന്നൊക്കെ പറയുന്നു. സർ, ഇത് ഈ ജെൻസി കുട്ടികളെ വെച്ച് മറ്റേതെങ്കിലും വിദേശ ശക്തികളുടെ ഒരു ഗെയിം പ്ലാൻ ആണോ ശരിക്കും ഈ കോക്രോച്ച് പാർട്ടി എന്നത്? ബംഗ്ലാദേശിലൊക്കെ നമ്മൾ കണ്ട ഭരണമാറ്റത്തിന് വരെ കാരണമായ വിഷയമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. സാർ, എന്താണ് സാർ ഇതിൽ താങ്കൾക്ക് തോന്നുന്നത്? ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 1-2 ആഴ്ചക്ക് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അന്ന് തന്നെ നമ്മൾ പറയുകയുണ്ടായി, ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു കാരണവശാലും പച്ചപിടിക്കാൻ പോകുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ഉൾക്കരുത്തുള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയ സംഗതി വേണം. ഇതൊന്നുമില്ലാതെ ഒരു തമാശയ്ക്ക് തുടങ്ങിയ, ഇപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന അദ്ദേഹം നടത്തിയത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒട്ടും തന്നെ പ്രതിഷേധാർഹമായ ഒന്നും തന്നെ ഇല്ലാത്തതാണ്. കാര്യം ഈ ജോലിയും കൂലിയും ഇല്ലാത്ത കുറേ കക്ഷികൾ ഈ കോടതികളിൽ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പറഞ്ഞ് നടക്കുകയും ചെയ്യും. കോടതിയിലെ സമയം കളയുന്നുണ്ട്, സാമൂഹികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ശബരിമല കേസ് തന്നെ, ശബരിമലയില് ഭക്തരായിട്ട് വരുന്നവരോ അതല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്നവരോ ആരും തന്നെയല്ല ഈ സ്ത്രീകൾക്ക് അവിടെ കയറാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്. അപ്പൊ ഇതൊരു തമാശയാണ്. പക്ഷെ കേരള സൊസൈറ്റിയില് അത് സൃഷ്ടിച്ച സാമൂഹികമായ ആഘാതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. പക്ഷെ അതിനെ തുടർന്നുള്ള ഒരു തമാശ രൂപേണ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടതാണ്. മറിച്ച് പിന്നീട് മറ്റു സോഷ്യൽ മീഡിയയിൽ വന്ന് കോക്രോച്ച്, ഇപ്പം പിന്നെ സുപ്രീം കോടതി ജസ്റ്റിസ് അങ്ങനെ വിളിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇത് ജൻസികളെ ആക്ഷേപിക്കുകയാണ്, ജോലിയില്ലാത്തവരെ ആക്ഷേപിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു വ്യാഖ്യാനമൊക്കെ നൽകി. അതുപോലും ഒരു അവാസ്തവമായ വ്യാഖ്യാനമാണ്. എന്നിട്ട് അതിനുള്ള യോഗ്യതയായിട്ട് ചൂണ്ടിക്കാണിച്ചത് അലസതയുള്ളവർക്ക് അംഗത്വം എന്നുള്ളതാണ്, സ്വാഗതം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അലസന്മാർക്കും അലസത്തികൾക്കുമുള്ള ഒരു വേദി ഇതാ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു എങ്ങനെയായിരിക്കും തുടങ്ങിയ വ്യക്തിയുടെ മാനസികാവസ്ഥ. അപ്പൊ അതിനുശേഷമാണ് ഈ ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് ആൾക്കാർ അതിനകത്ത് അംഗങ്ങളാവുകയും അതിനകത്ത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നെ അത് ദേശീയമായ ഒരു വിഷയമായിട്ട് മാറുന്നു, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയായി മാറും. ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും ശക്തികൾ എപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് രാജ്യങ്ങളുടെ അജണ്ടകളിൽ ഒന്നാണ്. അതിൽ ഏറ്റവും പേര് കേട്ട നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അമേരിക്ക എന്ന് പറഞ്ഞത്. അമേരിക്കൻ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വം ഈ നിലനിർത്തിയതും മുഴുവൻ മറ്റുള്ള സ്ഥലങ്ങളിൽ ആ സംഘർഷവും സംഘടനവും ഉണ്ടാക്കി അവിടെ ആയുധത്തിനുള്ള വിപണി ഉണ്ടാക്കുകയും അതാത് തനത് സംസ്കാരങ്ങളെ ഇല്ലാണ്ടാക്കുകയും അതാത് പ്രദേശങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ആണ് അമേരിക്കൻ 2ാം ലോകമഹായുദ്ധത്തിന് സാമ്രാജ്യത്വം വികസിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് തെളിവുകളൊന്നും ഇല്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും ഒരു ജൻസി കലാപം ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയോ അതല്ലെങ്കിൽ നേപ്പാളിൽ ഉണ്ടായതുപോലെയോ അതുമല്ലെങ്കിൽ ഇപ്പം ശ്രീലങ്കയിൽ ഉണ്ടായതുപോലെയോ ഒക്കെ ഒരു കലാപം ഇന്ത്യയിലും ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ഇതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. കാരണം ഇത്തരം അവസരങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളത് ഇത്തരം ഏജൻസികളുടെ ഒരു സമീപനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ പറഞ്ഞതുപോലെ അഭിഷേക് ദീപ്കെ, അപ്പൊ ആ വ്യക്തിയുടെ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ചെറിയ സംഘടന പോലും ഉണ്ടാക്കി നടക്കാൻ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ അഭിഷേക് ദീപ്കെ. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടിയിട്ട് ഈ ജന്തർ മന്ദറിൽ അദ്ദേഹത്തിന്റെ പിന്തുണ, സമരം പിൻവലിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് ലോക ചരിത്രത്തില്
ഇത്രയും വലിയൊരു ആവേശമുണ്ടാക്കി ജനങ്ങൾ ഇളകി വന്നിട്ട് ഇത്രയും പെട്ടെന്ന് ആളിക്കത്തിയിട്ട് അണഞ്ഞു പോയ ഒരു സംഗതി ലോക ചരിത്രത്തിൽ ഇത്രയും ഉണ്ടാവും തോന്നില്ല. ഉദാഹരണത്തിന് അഭയ നിർഭയ കേസ് വന്ന സമയത്ത് ഡൽഹി സ്തംഭിച്ചു പോയ സംഗതി നമുക്കറിയാൻ പറ്റും. അതൊക്കെ ഒരു ജെനുവിൻ, കാരണം ഒരു ജെനുവിൻ കേസ് അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അത് ഇന്നും ആ ഒരു സംഗതിയിലേക്ക് മനുഷ്യന്റെ മനസ്സുകൊണ്ട് അതിനോട് ചേർന്ന് നടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്, ഇതൊരു പ്രസ്ഥാനം എഴുതി ഒരു ഒരു ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഉടലെടുക്കുന്ന സമയത്ത് ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനൊരു പരിഹാരവും മുന്നോട്ട് വെച്ചിട്ട് വരിക എന്നുള്ളതാണ് ഒരു അല്പമെങ്കിലും രാഷ്ട്രീയ മുമ്പിലുണ്ടെങ്കിൽ ഏത് സംഘടനയും ചെയ്യുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി രാജിവെക്കണം, അതിനുവേണ്ടി ജന്തർ മന്ദറിൽ ധർണ നടക്കുന്നു. അതുപോലും ഒരു സമരം തുടങ്ങുന്ന സമയത്ത് ആദ്യം ആലോചിക്കേണ്ടത് എപ്പോ അവസാനിപ്പിക്കാൻ പറ്റും. അവസാനം കണ്ടുകൊണ്ട് വേണം ഒരു ഒരു സമരമോ അതല്ലെങ്കിൽ അതേപോലുള്ള ധർണയോ എന്തെങ്കിലുമൊക്കെ ആരംഭിക്കേണ്ടത്. ഏറ്റവും പ്രധാനം അതാണ്. അത് ചെറിയൊരു കുട്ടികൾക്ക് പോലും അറിയാവുന്ന സംഗതിയാണ്. ഇത് അസാധ്യമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു സംഗതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിരാഹാര സത്യാഗ്രഹം, അനിശ്ചിത സത്യാഗ്രഹം തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നശിക്കുന്നതിന് തുല്യമല്ലേ? അത് കണ്ടാൽ എല്ലാവർക്കും അറിയില്ലേ? പിന്നെ അത് മാത്രമല്ല, എന്ത് മുദ്രാവാക്യമാണ് അല്ലെ എന്ത് ലക്ഷ്യമാണ് ഈ ജെൻസി സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്നത്? കാരണം ഈ അഭിഷേക് ദീപ്കെ അല്ലെങ്കിൽ ഈ CJP എന്ന് പറയുന്നത് എനിക്ക് ഇടയ്ക്കൊരു സംശയം വന്നു, ഇതിന് ഈ BJP എങ്ങാനും തന്ത്രപരമായിട്ട് ഇയാളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണോ? കാരണം ജെൻസി കലാപം ഇന്ത്യയിൽ സാധ്യമാവില്ല എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം ഇതിലൂടെ പ്രകടമായി കഴിഞ്ഞു അല്ലേ? ഇന്ത്യയിൽ ജെൻസി കലാപം വേര് പിടിക്കില്ല. അല്ല സാർ, ജെൻസി കലാപം സാർ ഞാനൊന്ന് ഇടപെടുകയാണ്. ജെൻസി കലാപം സാർ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു കലാപമാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പറയാം, കൃത്യമായ ഒരു ലക്ഷ്യം. അല്ലാതെ ഒരു ലക്ഷ്യമില്ലാതെയുള്ള ഒരു ജെൻസി കലാപം എന്ന് പറയുന്നത്, ജെൻസി ഉണ്ട്, ജെൻസി ഇല്ലെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ല, ജെൻസികൾക്ക് അവരുടേതായ ആവശ്യങ്ങളും അവരുടേതായ അവർ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെ, ഉദാഹരണത്തിന് സാമൂഹികമായി നേരിടുന്ന വിഷയങ്ങളുണ്ട്, വൈകാരികമായി നേരിടുന്ന വിഷയങ്ങളുണ്ട്. കാരണം ലോകം ഒരു മാറ്റത്തിന്റെ ഘട്ടത്തിലാണ്. ആ മാറ്റത്തിന്റെ ഘട്ടത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് ബംഗ്ലാദേശിലെ ജെൻസികൾ നേരിട്ട വിഷയങ്ങളൊന്നും തന്നെ ഇന്ത്യയിലെ ജെൻസികൾ നേരിടുന്നില്ല. അത്തരത്തിലൊന്നുമേ ഇല്ല, അത്തരത്തിലൊന്നുമേ ഇന്ത്യയിലില്ല. അതെ അതെ സാർ, നേപ്പാളിലെ ജെൻസികൾ നേരിട്ട ഒരു വിഷയവും ഇന്നിപ്പോ ഇന്ത്യയിൽ നേരിടുന്നില്ല. കാര്യം അവർക്കവിടെ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യം വന്നു. അതെ, അവരുടെ അഴിമതി ആ രീതിയിൽ നിറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവിടെ രാജാവ് തിരിച്ചു വരണമെന്നുള്ള മുദ്രാവാക്യം പോലും വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നേപ്പാളിലെ ജനത എത്തി. അവരുടെ മന്ത്രിമാരുടെയൊക്കെ മക്കള് വിദേശത്ത് പോയി പഠിക്കുകയും സുഖകരമായിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടെ ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യും. നമ്മൾ കണ്ടതല്ലേ, അവിടുത്തെ ഒരു മന്ത്രിയെ അടിച്ച് തല്ലി എടുത്ത് ഓടയിലെറിഞ്ഞ കണ്ടില്ലേ? അല്ലെ, അടിവസ്ത്രമായിട്ട് ഏറുകൊണ്ട് ഓടയിലേക്ക് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ അത് ഒരു അവരുടെ നിലനിൽപ്പിന്റെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിന്നുണ്ടായ ഒരു ബഹിർസ്ഫുരണമായിരുന്നു നേപ്പാൾ ജനതയിൽ കണ്ടത്. അത് വെറും ഒരു ജെൻസി പ്രക്ഷോഭമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ആ സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ജീർണിച്ച് ആ ജീർണതയുടെ അങ്ങേ അറ്റം എത്തിയതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആവേശപൂർവ്വം കുതിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്, സമ്പദ് വ്യവസ്ഥയാണ്. ഇവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്, പുതിയ പുതിയ മുന്നേറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മള് ഇപ്പൊ സാങ്കേതിക വിദ്യയിൽ നമ്മൾ മുന്നേറുന്നുണ്ട്. ലോകത്തോട് കിടപിടിക്കാവുന്ന രീതിയിലേക്ക് ഉയരുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമ്മൾ നേപ്പാളിൽ കണ്ടതുപോലെ ബംഗ്ലാദേശ് കണ്ടതുപോലെ ഇന്ത്യയിലില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്കൊരു സംശയം തോന്നിയത്, BJP ആണോ ഇനി ഇതിന്റെ പിന്നിൽ? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് പകരം BJP തന്നെ ആണോ ഇതിന് ഈ അഭിഷേക് ദീപ്കയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ജെൻസി കലാപം സാധ്യമല്ലെന്ന് അഭിഷേക് ദീപ്കെ വ്യക്തമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ പറയുകയുണ്ടായി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തോട് പറയുകയുണ്ടായി. കാരണം ഇത് ജെൻസി സമൂഹത്തിന് പോലും അപമാനമായി പോയി. കാരണം ജെൻസികൾക്ക് ഇനി ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു.
കാര്യം ഇത്രയും വലിയൊരു പിന്തുണ കിട്ടിയിട്ട് അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലായിട്ട് ഒരു ജൻസികളുടെ ഉള്ളിൽ ഒരു പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിനോ അതല്ലെങ്കിൽ ഒരു പുതിയ ദിശാബോധം നൽകുന്നതിനോ അതല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഗവൺമെന്റിൽ ഒരു ശക്തി ചെലുത്തുന്നതിനോ പോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഇതിന്റെ ഈ ജന്മം കൊടുത്ത നേതാവിന് കഴിയാതായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ അത് ജൻസികൾക്ക് മുഴുവൻ, ഇന്ത്യയിലെ ജൻസികളെ മുഴുവൻ ഒരു എന്താ പറയുക, ഒരു 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 ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറും അലസന്മാരാക്കി മാറ്റി അലസരല്ലാത്തവരെ കൂടി അലസരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഈ കോക്രോച്ച് പാർട്ടി അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല മറ്റു പാർട്ടികളെല്ലാം വന്നിപ്പോ ഈ SFI, അതുപോലെ തന്നെ AISF, അതുപോലെ തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ സംഘടനകളെല്ലാം വന്നിട്ട് അവരുമായിട്ടൊന്ന് ഒരു കൂടിയാലോചനയ്ക്കോ അതല്ലെങ്കിൽ എങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം, ഇന്ത്യയിലെ യുവാക്കൾക്ക് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എങ്ങനെ ഉണ്ടാക്കണം, എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് ചർച്ച ചെയ്യണം. അങ്ങനെ CJP ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ TVക്ക് അധികാരത്തിൽ വന്നാണ്ടില്ലേ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർഷങ്ങൾ നീണ്ട ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് TVക്ക് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ വന്നതല്ല. അവിടെ ഒരു കൊച്ചു കുട്ടികളെ പോലും സ്വാധീനിച്ചുകൊണ്ടാണ് മുതിർന്നവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ ഞാൻ സാർ, പറഞ്ഞത് ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെടുകയാണ് സാർ. അതായത് സാർ, CBSE പരീക്ഷയിലെ വീഴ്ച, നീറ്റ് പരീക്ഷയിലെ വീഴ്ച, അതിൽ ചില കുട്ടികളുടെ ആത്മഹത്യ, ഇതൊക്കെ ഇവർ എടുക്കാൻ നോക്കി. പക്ഷെ അതും വേണ്ട രീതിയിൽ കൊണ്ടെത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ പ്രയോഗമാണ്. ആ പ്രയോഗത്തിനകത്ത് ഇവർ ഈ കോക്രോച്ച് പാർട്ടി തുടങ്ങാൻ കാരണം ഇന്ത്യയിലെ യുവജനതയെ, ജെൻസിയെ ആക്ഷേപിച്ചു. ഞങ്ങൾക്ക് ജോലിയില്ലാത്ത ഞങ്ങളെ കോക്രോച്ച് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കോക്രോച്ച് പാർട്ടി ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന ഒരു പാർട്ടി ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഇന്ത്യയിൽ മടങ്ങി വന്ന് ഇന്ത്യൻ ജെൻസിയുടെ വിഷയങ്ങൾ എന്ത് എന്ന് പഠിച്ച് പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് അതിനൊരു സമിതി ഉണ്ടാക്കി, അതിനൊരു കാഴ്ചപ്പാടുണ്ടാക്കി, അത് യുവാക്കളുമായിട്ട് പങ്കുവെച്ച് ഇന്നത്തെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ അതിന് രൂപം നൽകി. ഇന്ത്യയിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഇന്ത്യയിലെ മുതിർന്നവരുടെ താല്പര്യങ്ങൾ, വർഗീയതയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ലോകത്തിന് പുതിയ കാഴ്ചയാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശയവിനിമയം അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കി എല്ലാ സ്ഥലങ്ങളിലും പോയി സംവദിക്കുന്നു, അവിടുന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രസ്ഥാനമായി മാറുന്നത്. അത് അണ്ണാമലൈ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അണ്ണാമലയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു ശ്രമത്തിന് വളരെ ഒരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ മരുന്നുണ്ടേ, ഇവിടെ മരുന്നില്ലാണ്ടായിപ്പോയി. അപ്പം ജൻസികളെ മുഴുവൻ ഒരുമാതിരി ഈ വന്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഏർപ്പെട്ടതും അത് അവസാനിച്ചതും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയെങ്കിലും ജൻസികൾ മനസ്സിലാക്കേണ്ട വിഷയം, എന്തിനും ഒരു കാഴ്ചയും വേണം, ഒരു കാഴ്ചപ്പാടും വേണം. ഇപ്പൊ നമ്മള് യുവതലമുറ ആയതുകൊണ്ട്, ജൻസികളായതുകൊണ്ട് അവരുടെ കുറെ ഭാഷ നമ്മൾ ഉപയോഗിച്ച്, അവർ ചില ഭാഷകൾ ഉപയോഗിക്കുന്നു, നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് കാളവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാലും പ്ലെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമ്മൾ താണ്ടുന്നത് ദൂരമാണ്. കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നാളെ സൂപ്പർ ജെറ്റുകളിലൊക്കെ യാത്ര ചെയ്തിരിക്കും. പക്ഷെ അവിടെ നമ്മൾ താണ്ടുന്നത് വെറും ദൂരമാണ്. ആ ഒരു അറിവ് വേണം. ആ അറിവിന് ഫണ്ടമെന്റലി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റം ഉണ്ടാവത്തില്ല. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും. അതിനിടയ്ക്കുള്ള ഒരു ടൈമാണ്. അപ്പൊ ആ ടൈമിനെ എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ അതിന്റെ ഡിസ്ട്രാക്ഷൻ വരാതെ കൊണ്ടുപോകണം, എന്തായിരിക്കണം പ്രയോറിറ്റീസ്. ഈ മാറുന്ന ലോകം, ഈ സാങ്കേതിക വിദ്യ ലോകത്തെ മുഴുവൻ മാറ്റുന്നു. കാഴ്ചപ്പാട് മാറുന്നു, സംസ്കാരം മാറുന്നു, ബന്ധങ്ങളിലെ സൂക്ഷ്മമായ തലങ്ങൾ മാറുന്നു. സ്ത്രീകളെ കുറിച്ചിട്ടുള്ള സമീപനം, ഇക്വാളിറ്റി ആണോ വേണ്ടത്, ജസ്റ്റിസ് ആണോ വേണ്ടത്? ഇപ്പൊ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഏത് രീതിയിൽ അത് സ്ത്രീകളെ ദോഷമായി ബാധിക്കുന്നുണ്ടോ അതോ ഗുണപരമായി ബാധിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പോഴാണ് ഒരു അതിനകത്ത് മരുന്നുണ്ടെന്ന് മനസ്സിലാവുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ജൻസികൾക്കും കാര്യമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഒരുപാട് കഴിവുള്ളവരുണ്ട്. യുവാക്കളെല്ലാം ഈ പറഞ്ഞ ദിശാബോധം ഇല്ലാത്തതിന്റെ പേരിലാണ്. ആ ദിശാബോധം കൊടുക്കാൻ കഴിയുന്ന ഒരു യുവ നേതൃത്വം
ഇന്ത്യയിൽ ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതായി പോയി ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ഇതിപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ രീതിയിലുള്ള കോക്രോച്ചസ് അതിന്റെ എണ്ണം ഇന്ത്യയിൽ കൂടുതലാണോ എന്ന് ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിലായി പോയി ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവിർഭാവവും അതേപോലെ തന്നെ അതിന്റെ എന്താ പറയുക, ഒരുപക്ഷെ അതിന്റെ അസ്തമയവും എന്ന് പറയേണ്ടി വരും. ഏതായാലും സാർ, നമുക്ക് ഇനി എന്താണ് ഇവിടെ അടുത്ത മൂവ്മെന്റ് എന്നൊക്കെ നോക്കിയ ശേഷം നമുക്ക് തുറന്നു ഇരിക്കാം. നന്ദി, താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഈ അവർ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെ, തീർച്ചയായിട്ടും നമുക്കിരിക്കാം. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.